Hi everyone, welcome to my channel Tasty Toasty Life. കുറേ നാളായി പ്രോപ്പറായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ ഒരു ഷോർട്സോ ലൈക്ക് ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ടെങ്കിലും ഇപ്പോൾ അതും ഇപ്പോൾ ഒരു 3 months കൂടി ഇട്ടിട്ട് അധികമായിട്ടിട്ട് അപ്പോൾ ഐ തോട്ട് ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ചെറിയൊരു ലൈഫ് അപ്ഡേറ്റും അതേപോലെ ലൈക്ക് ഒരു ചെറിയ ചിറ്റ് ചാറ്റ് വീഡിയോ ആണിത്. ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോസ് ഇട്ടു. അതിനു മുമ്പ് വീണ്ടും ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരോ ഇതായിട്ട് മാറിപ്പോയി. വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ലൈക്ക് ടൈം ഉണ്ടായിരുന്നു, ബട്ട് അറിയില്ല, എന്തോ ലൈക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇത്, പിന്നെ അതിൻ്റെ കൂടെ മടിയും പിടിച്ചു ഇടയ്ക്ക്. സോ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചേച്ചി ഇങ്ങനെ ഒന്ന് എന്നാലും എനിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറഞ്ഞില്ല. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇനി അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് ഇടാൻ നോക്കാം. എത്ര വീഡിയോസ് ഒരു വീക്ക് ഇത്ര വീഡിയോസ് ഇടണം എന്ന് അങ്ങനെയൊന്നും നോക്കില്ല, ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം എൻ്റെ ബെസ്റ്റ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട. ആൻഡ് യാ സോ ഈ വീഡിയോ ഒരു ലൈക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വീടിൻ്റെ അടുത്തൊരു സൂര്യകാന്തി ഫാമുണ്ട്, സൺഫ്ലവറിൻ്റെ. അവിടെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾസോ മന്ത് ഓഫ് ഏപ്രിൽ ഇച്ചിരി ബിസി ആയിരുന്നു. അതായത് മോളുടെ ബർത്ത്ഡേ, വിഷു. അപ്പോൾ വിഷുവിന് നമ്മൾ നാട്ടിൽ പോയി ഉത്സവം കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഇടാൻ ഞാൻ 1 by 1. സോ എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോഴും കോൾഡ് ഉണ്ട്, അതാട്ടോ സൗണ്ട് ഇങ്ങനെ. പിന്നെ എല്ലാവരുടെയും വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ആയിട്ട് പോയോ? നമ്മൾ വിഷുവിന് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ സാധാരണ നമ്മൾ വിഷു കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഉത്സവം അങ്ങനെ കാണാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഉത്സവം കാണാൻ പറ്റി. 2 ദിവസമൊക്കെ പോയി. 5 ദിവസത്തെ മല്ലിയോട്ട് പാലോട്ട് കാവാണ്. അപ്പോൾ അവിടെ പോയി. ഒരു ദിവസം നമ്മുടെ സൂരജ് സന്തോഷിൻ്റെ ഇതുണ്ടായിരുന്നു, ലൈവ് ഗാനമേള കോൺസെർട്ട് ലൈക്ക് അത്. ആൻഡ് ഒരു ദിവസം ശിഖ പ്രഭാകരനും ടീമുമായിരുന്നു. സോ അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാമേ. ഉത്സവത്തിൻ്റെ നമ്മൾ പോയ ദിവസത്തെയും എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗ് പോലെ ഇടാം. ആക്ച്വലി മോളുടെ ബർത്ത്ഡേൻ്റെ ഉണ്ട്, മിന്നുവിൻ്റെ. ഷി ടേൺ 7 years ദിസ് ഇയർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേക്ക് ചെയ്ത DIYയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ടിടാം. എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷേ എന്താ പറയുക, മടി പിടിച്ചു. അതിൻ്റെ കൂടെ ഹെൽത്ത് വയ്യായിരുന്നു. പിന്നെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ മോളുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് മാറിപ്പോയി. ലൈക്ക് ടൈം എനിക്ക് സെറ്റായില്ല ഇടാനായിട്ട്. ബട്ട് ഐ തോട്ട് ഇത്രയും ആഗ്രഹത്തോടെ ഞാൻ തുടങ്ങിയ ഒരു സംഭവമാണ് യൂട്യൂബ്. കുറേ വർഷമായി. പക്ഷേ ഇതുവരെയ്ക്ക് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആവുമെന്ന് പറഞ്ഞാലും ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 100% ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഐ ട്രൈ ആൻഡ് ലൈക്ക് ഐ വോണ്ട് ട്രൈ, ഐ വിൽ ഗിവ് മൈ 100% ആൻഡ് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ. പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആൻഡ് ഐ ഹോപ്പ് യുൽ എൻജോയ് ദ വീഡിയോസ് ഐ പോസ്റ്റ്. സോ ഇന്ന് നമ്മൾ പോയ സ്ഥലം കണ്ടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഏപ്രിലും മെയ്യുമാണ് ഈ സൺഫ്ലവർ ഗ്രോ ചെയ്ത് അതിൻ്റെ ഒരു സൺഫ്ലവർ ഫീൽഡ് ഉള്ളത്. അപ്പോൾ അത് ഏപ്രിലിൽ പോയാൽ നമുക്ക് നല്ല വലിയ ഹൈബ്രിഡ് ആയിട്ടുള്ള വലിയ സൺഫ്ലവേഴ്സ് കാണാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് മറ്റേ നാടനാണ്, അതുകൊണ്ട് അതിൻ്റെ സൈസ് ഇച്ചിരി ചെറുതാണ്. ചിലത് വലുതുണ്ട്, പക്ഷെ ഞാൻ ചെറുത്. പിന്നെ ഇത് മാത്രമല്ല, വേറെ മാരിഗോൾഡ് ഉണ്ട്, അതേപോലെ വാട്ടർമെലൺ, അങ്ങനെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനൊക്കെ ഇത് ഫാമിങ് നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോയി കാണാം. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അത്.
കുട്ടികളെയും കൊണ്ടൊക്കെ പോകണത് നല്ലതാണ്. ലൈക്ക് ഏപ്രിലും മെയ്യും ആണ് ഉള്ളത് ഇത്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എന്താ പറയുക, രാവിലെ പോകണം. ലൈക്ക് മോർണിംഗ് 6 ടു ഈവനിങ് 6 ആണുള്ളത്. 20 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ വെയിലായതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം ടൈം പോവുക. ആ ഒരു ടൈമാണ് നല്ലത്. പിന്നെ മോർണിംഗ് ആകുമ്പം സൺഫ്ലവറൊക്കെ ഫുള്ളി ബ്ലൂമായിട്ട് നമുക്ക് കാണാം. സോ അതുകൊണ്ട് നമ്മൾ രാവിലെ പോയി വന്നത്. സോ ഇനി അങ്ങോട്ടേക്ക് വീഡിയോ കാണാം. കുറേ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് ഓട്ടോ ആക്കിയിട്ടാണ് പോയത്. ഞാനും എൻ്റെ ഫ്രണ്ടും വേറെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളും നമ്മളെല്ലാവരും കൂടെയാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇങ്ങനെയാണ് എൻട്രൻസ്. വെരി ബ്യൂട്ടിഫുൾ. എന്തായാലും കുട്ടികളെയും കൊണ്ടൊന്ന് പോവുക. കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ന് വെച്ചാൽ അവർക്കും അറിയാൻ പറ്റുമല്ലോ. അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. സൺഫ്ലവർ മാത്രമല്ല വെജിറ്റബിൾസും പറഞ്ഞ പോലെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. സോ പിന്നെ തൊപ്പി കൊണ്ടുപോവുക. തൊപ്പിയും വെള്ളവും ഒക്കെ കയ്യിൽ പിടിച്ചാൽ നല്ലതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ അവിടെ എത്തിയത് ഒരു 9-9:30ക്കാണ്. അപ്പോൾ തന്നെ നല്ല വെയിലുണ്ട്. സോ അതൊന്ന് നേരത്തെ പോയി, എത്ര നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 6 AM ടു 6 PM ആണ്. പക്ഷെ വൈകുന്നേര സമയം അറിയില്ല, സൺഫ്ലവർ അത്രയ്ക്കും ഒന്ന് വാടിപ്പോവില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലത്തെ ഒരു സമയം. പിന്നെ അധികം നേരം എടുക്കില്ല. ലൈക്ക് വിതിൻ ആൻ അവർ നമുക്ക് എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു നമ്മൾ. സോ അത്രയൊരു ടൈം മതി അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ട് പോവുക. പിള്ളേർ സെറ്റിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫോട്ടോസ് എടുത്തു, നമ്മൾ വീഡിയോസ് എടുത്തു. ഉള്ളിലേക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഗ്രോ ചെയ്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. അത് നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം. ഓക്കെ കണ്ണ, താങ്ക് യു. ഈ സൈഡിൽ വെജിറ്റബിൾസാണ്. അത് മിക്സ് ആയിട്ടാട്ടോ. അതിൽ കുറേ പടവലങ്ങിയുണ്ട്, പടവല. പിന്നെ ഇത് ഈ റൗണ്ട് ഇത് കിടക്കുന്നത്, ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ കൈപ്പയ്ക്കുണ്ട്, അതായത് പാവയ്ക്ക, അതൊക്കെ ഉണ്ട് ഇടയിൽ. നമ്മൾ നോർമലി ആ ബോട്ടിൽ ഗാർഡ് കാണില്ലേ, അത് തന്നെ. പക്ഷെ അത് റൗണ്ടായിട്ട്. ഇനി ആ സെയിം സംഭവമാണോ എന്നറിയില്ല, അങ്ങനെ തോന്നുന്നു എനിക്ക്. അതുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കേൻ്റെ ഒരു വലിയ ഏരിയ ഉണ്ട്. അങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് നടന്ന് ഒരു രസമായിരുന്നു. ഇത് മൊത്തം വെണ്ടയ്ക്കയാണ്. പിന്നെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നടന്ന് വന്ന എൻട്രൻസിൻ്റെ അവിടെ കയറി വരുന്ന അവിടെ പയറുണ്ട്, ഒരു സൈഡിൽ ചീരയുണ്ട്, അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. വാട്ടർമെലൻ, ക്യൂക്കമ്പേഴ്സ്, പിന്നെ മസ്ക് മെലൻ, അതൊക്കെ ഉണ്ട്.